ഹലോ ഹായ് നമസ്തേ നമസ്കാരം. നാട്ടിലിപ്പോൾ വല്ലപ്പോഴൊക്കെ മഴയുണ്ടെങ്കിലും നല്ല ചൂടും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അമ്മ നമുക്കായി കാണിച്ചു തരുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ റെസിപ്പി ഇഷ്ടമായാൽ ഒരു ലൈക്കും കമൻറ്റും പിന്നെ ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അമ്മയുടെ ടേസ്റ്റി ക്യാരറ്റ് പുഡിംഗ് കണ്ടിട്ട് മടങ്ങിയെത്താം. വലിയ ഒരു 3 ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പീല് ചെയ്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. എൻ്റെ പീലർ ഉള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ അങ്ങ് തിന്നായിട്ട് പീൽ ചെയ്തെടുത്തതാണ്. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. വളരെ തിന്നായിട്ടല്ലേ കട്ട് ചെയ്തിരിക്കുന്നത്. നല്ല ഓറഞ്ച് കളറുള്ള ക്യാരറ്റ് നോക്കി എടുത്താൽ നന്നായിരിക്കും. അപ്പം നമ്മുടെ പുഡിങ്ങിന് നല്ല ഒരു കളറും കിട്ടും. ഇതിനി ഇതുപോലെ ഒരു പാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ലിറ്റർ ഫ്രഷ് മിൽക്ക്, ഒരു 500 ml. ഇതിപ്പോൾ തിളപ്പിച്ച പാലാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് പിരിഞ്ഞു പോകുമെന്നുള്ള ഒരു ടെൻഷനൊന്നും വേണ്ട. തിളപ്പിക്കാതെ ചേർത്താലും പിരിയണമെന്നൊന്നുമില്ല. നമ്മൾ തിളപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ പാല് പിരിഞ്ഞു പോകില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്താം. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 6 പിസ്ത ഇതുപോലെ പൊടിച്ചെടുത്തതാണ്, അതുകൂടി ചേർക്കാം. ഏത് ഡ്രൈ നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. കൂടാതെ ഒരു 6 കാഷ്യൂനട്ടും ഒരു 7-8 കിസ്മിസുമാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിനായിട്ട് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടി നമുക്ക് ചേർക്കാം. മുഴുവനായിട്ട് പഞ്ചസാര ചേർത്ത് നമുക്ക് ചെയ്യാം കേട്ടോ. എന്നാൽ ക്യാരറ്റും കണ്ടൻസ് മിൽക്കും കൂടി ചേരുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അതുകൊണ്ട് ഞാൻ പകുതി എടുത്തത്. ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ക്യാരറ്റിൻ്റെ പീസസൊക്കെ പാലിലൊന്ന് മുങ്ങിക്കിടക്കണം. എല്ലാം കൂടി ഒന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ക്യാരറ്റ് പീസസൊക്കെ ഒന്ന് നന്നായി വെന്ത് വരണം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഫ്ലെയിമൊക്കെ നമുക്കൊന്ന് ലോ ടു മീഡിയത്തിൽ വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത്രയും മതി. ഇനി ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് ആറിയതിന് ശേഷം നമുക്കിത് മിക്സറി ഒരു വെജ് ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ ഒട്ടും തരിയില്ലാതെ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഇതാ നല്ല സ്മൂത്തായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ തരിയൊക്കെ ഇതിലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് സീവ് ചെയ്തെടുത്താൽ മതിയാകും. കാരണം പുഡിങ് നല്ല സ്മൂത്തായിട്ടിരിക്കണമെന്നെങ്കിൽ ഒട്ടും തരി പാടില്ല. ഇനി ഇത് ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് ആണ്. അതായത് നാട്ടിലൊക്കെ ഒരു പാക്കറ്റ് എന്ന് പറയുമ്പം 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് വരുന്നത്. അതിപ്പോൾ ഞാൻ മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചതാണ്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഇതിനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുകയാണ്. ഇതിനി നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മെൽറ്റാക്കണം. ചൈന ഗ്രാസിൻ്റെ തരിയൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. ഇത് മുഴുവനായിട്ടും ഇപ്പം മെൽറ്റായിട്ടുണ്ട്. ഒട്ടും തന്നെ തരിയൊന്നുമില്ല. ഇനി ക്യാരറ്റിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസുമായിട്ട് ഇതൊന്ന് ബ്ലെൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മളിതൊന്ന് കുക്ക് ചെയ്യുന്നത്. ഇളക്കി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. എങ്കിൽ മാത്രമേ നമുക്കിത് സെറ്റായി കിട്ടുള്ളൂ. ഈ പുഡിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ ഫ്ലേവറിങ്ങിനായിട്ട് ഒരു 1/2 ടീസ്പൂൺ സിനമൺ പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ ആകാം കറുവാപ്പട്ട പൊടിച്ചത്. ക്യാരറ്റിൻ്റെ ഏറ്റവും നല്ലൊരു ഫ്ലേവറിങ് ഏജൻറ്റാണിത്. നമ്മൾ ഏലക്കയൊക്കെ ചേർക്കുന്നതിൽ നല്ലൊരു ടേസ്റ്റാണ് ഇതുപോലെ സിനമൺ പൗഡർ ചേർക്കുമ്പം. നേരത്തെ ഞാനൊരു ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു. അതിൽ ഞാൻ സിനമൺ പൗഡറാണ് ചേർത്തിട്ടുള്ളത്. ആ ഒരു റെസിപ്പി കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അടിപൊളി ടേസ്റ്റായിട്ടൊരു ക്യാരറ്റ് മിൽക്ക് ഷേക്കാണ്. അതും ഒരു 1 മിനിറ്റൊക്കെ മതിയാകും. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം എല്ലാം കൂടി. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ പശുവിൻ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല. പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. എന്നാൽ നല്ലൊരു ഗ്ലേസ്ഡ് ലുക്ക് നമുക്ക് കിട്ടാനായിട്ടാണ് ഇത് കൂടി ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു കട്ടിയിൽ വേണം നമ്മുടെ മിക്സ് ഇരിക്കാനായിട്ട്. ഇതിനി നമുക്ക് ഇഷ്ടമുള്ള ട്രേയിലേക്ക് സെറ്റാക്കാനായിട്ട് ഒഴിച്ചു വെക്കാം. ഇതുപോലെ ഒരു സെറാമിക്കിൻ്റെ ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നെയ്യ് ഉപയോഗിച്ച് ആ ട്രേയും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് ക്ലിങ് ട്രാപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 4 തൊട്ട് 5 മണിക്കൂർ വരെ എടുക്കും ഇതൊന്ന് സെറ്റായി വരാനായിട്ട്. ഞാനിതിപ്പം ഈവനിങ് ടൈം ആയതുകൊണ്ട് ഓവർനൈറ്റ് ഞാൻ സെറ്റാക്കാനായിട്ട് അങ്ങ് വെക്കുകയാണ്. ബാക്കി വന്നിട്ടുള്ള മിക്സും ഇതുപോലെ ഒരു ഡിസ്പോസിബിൾ ട്രേയിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. അതും അടച്ചിട്ട് ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ രാവിലെ നമുക്ക് പുഡിംഗ് ഒക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്.
നൈഫ് കൊണ്ട് ഒന്നങ്ങ് വരഞ്ഞെടുക്കാം സൈഡൊക്കെ. ഇനി നമുക്കിതൊന്ന് ഇൻവേർട്ട് ചെയ്തെടുക്കാം. നല്ല ഗ്ലേസിംഗ് ആണ്, കണ്ടില്ലേ? കാണാൻ നല്ല ഭംഗിയാണിത്. മറ്റേ ട്രേയിലെ പുഡിങ്ങും നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കാഷ്യൂനട്ടും പിസ്തായും പിന്നെ ആ സിനമൺ പൗഡറിൻ്റെ ഒരു ഫ്ലേവറും വളരെ സിമ്പിൾ ആൻഡ് മൈൽഡ് ടേസ്റ്റാണ് ഇതിന്. ഒരു പീസ് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. സിമ്പിൾ ടേസ്റ്റാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ തണുത്ത പുഡിങ്ങൊക്കെ കഴിക്കാൻ ഒരു ആഗ്രഹം വരുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു ക്യാരറ്റ് പുഡിങ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. യൂട്യൂബിൽ ഈ ഒരു പുഡിങ് വളരെ കോമൺ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്നാൽ ഞാൻ പല വേർഷൻസും ട്രൈ ചെയ്ത് നോക്കിയിരുന്നു. പീനട്ട് ചേർത്തിട്ട് പല വേർഷൻസ് കിടപ്പുണ്ട്. എന്നാൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ടൊരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും ഒക്കെ ഇഷ്ടപ്പെട്ടത്. ആ കാഷ്യൂവിൻ്റെയും പിസ്തായുടെയും അതുപോലെ ആ സിനമൺ പൗഡറിൻ്റെ ആ ഫ്ലേവറൊക്കെ കൂടി ചേർന്നപ്പം, പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും ഇതെല്ലാം കൂടെ ചേർന്നപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ ഈ ഒരു റെസിപ്പി ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സിൻസിയറായിട്ടുള്ള ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതാൻ നിങ്ങൾ മറക്കരുത്. അത്ര എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ഓരോ റെസിപ്പിയും നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഒരു ചെറിയ രീതിയിലുള്ള സപ്പോർട്ട് ഞങ്ങളും എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കറി വിത്ത് അമ്മയിലെ അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിൽ ഒരുപാട് പേര് ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയി എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും റെസിപ്പി അമ്മ വഴി കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായും ഫീഡ്ബാക്സ് വഴി അറിയിക്കണം. ഞങ്ങൾ അത് ഞങ്ങളുടെ റെസിപ്പീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. കറി വിത്ത് അമ്മ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ നന്ദി. ഗുഡ് ബൈ.